കോടി മുടക്കിയിട്ടാണ് അറ്റ്ലി അല്ലു അർജുനെ വെച്ചിട്ട് രാക്ക സിനിമ എടുക്കുന്നത്. ആരാണ് ഈ രാക്ക? രാക്ക എന്നൊരു സാൻസ്ക്രിറ്റ് വേർഡാണ്, അതായത് പൂർണ്ണചന്ദ്രൻ എന്നാണ് അർത്ഥം. രാക്ക എന്നത് ഒരു പേരല്ല, ഒരു മനുഷ്യൻ തന്റെ ഉള്ളിലിരിക്കുന്ന ശക്തി മൊത്തം അൺലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് രാക്ക എന്ന് പറയുന്നത്. ഈ സിനിമയിൽ അല്ലു അർജുൻ ഡ്യുവൽ റോളാണെന്ന് പറയുന്നു. ഒന്ന് സാധാ മനുഷ്യനും പിന്നെ വേറൊന്ന് ബീസ്റ്റും. ഇതിന്റെ കഥാപാത്രം അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ആദ്യം അല്ലു അർജുൻ ഒരു മനുഷ്യൻ മാത്രമായിരിക്കും. സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം ഉള്ള ഒരു മനുഷ്യൻ. പക്ഷെ ദേഷ്യം കൂടുതലാണ്, എന്തോ അവന് ശരിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ സിനിമ ആയതുകൊണ്ട് എന്തായാലും ഒരു ട്രിഗർ വരും. ചില സ്പെസിഫിക് സമയങ്ങളിൽ അവന്റെ ഇമോഷൻസ് പീക്ക് ലെവലിലെത്തും. ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ശരീരം പതുക്കെ മാറും, മനസ്സും പതുക്കെ മാറും. ഒരു സാധാരണ മനുഷ്യന്റെ അല്ലാത്തൊരു പെരുമാറ്റം. അങ്ങനെ അവൻ രാക്ക എന്ന സ്റ്റേറ്റിലേക്ക് മാറും. അവൻ അവിടെ ആരെയും പേടിയില്ല, വേദനയുമില്ല, കൺട്രോളുമില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ ശക്തി അവനെ രക്ഷിക്കാൻ വന്നതല്ല, അവനെ ഉപയോഗിക്കാൻ വന്നതാണ്. നമ്മുടെ യൂണിവേഴ്സിന്റെ ലോജിക് എന്താണ്? രണ്ട് എനർജിയാണ് എപ്പോഴും ഉണ്ടാവുക. ഒന്ന് ഓർഡറും കൺട്രോളും, രണ്ട് ചാവസ് ആണ്, അതായത് നശിപ്പിക്കലും. ഇതൊരു ബാലൻസിലാണ് ഈ ലോകം പോകുന്നത്. ഈ ബാലൻസ് തകരുമ്പോൾ മനുഷ്യന് തന്റെ മനസ്സിലുള്ള സൂപ്പർ പവർ എല്ലാം ആക്ടിവേറ്റ് ആവും. രാക്ക എന്നത് ഈ ഇംബാലൻസിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ആളെന്തായാലും ഈ നാടിനെ രക്ഷിക്കാൻ വരുന്ന ഒരാളായിരിക്കും. ഇവിടെ എന്തായാലും അല്ലു അർജുന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ആ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ കഥ മുന്നോട്ട് പോവില്ല. ആ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും രാക്ക. അവിടെ ശരീരം മാത്രമല്ല, മൈൻഡും മാറും, ബിഹേവിയറും മാറും. മനുഷ്യനായിരിക്കും, പക്ഷെ അവിടെ ഒരു ബീസ്റ്റ് ഇൻസ്റ്റിക്ട് ഉണ്ടാവും, അതായത് മൃഗീയ വാസന കൂടുതലാണ്. മൃഗങ്ങള് ഒരു മനുഷ്യരെ കൊല്ലുകയല്ല ചെയ്യുക, കടിച്ച് കീറി പിച്ച് ചീന്തുകയാ ചെയ്യുക, എന്നിട്ട് അവർക്ക് വേണ്ടി തിന്നുകയായിരിക്കും. അതേ ഒരു അവസ്ഥയായിരിക്കും ഇവിടെ അല്ലു അർജുന്റെ ക്യാരക്ടറിനും ഉണ്ടാവുക. അവിടെ രാക്ക ശക്തനാവുകയല്ല, അവിടെ രാക്ക മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും വിചാരം ഇതൊരു വെയർ വോൾഫ് സിനിമയാണെന്നാണ്. വെയർ വോൾഫ് സിനിമ അങ്ങനെ എടുക്കുമ്പോൾ എന്തായാലും ഇന്ത്യൻ മിത്തിൽ ഓടാ. ഇപ്പൊ ലോക സിനിമ എടുത്തോളൂ, അത് മോർബസ് സിനിമയെന്ന് കോപ്പി അടിച്ചതാണെങ്കിലും അത് മലയാളത്തിന്റെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതും കൊണ്ട് ആ സിനിമ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം നല്ല ഹിറ്റായി. കാരണം അതൊരു ഇന്ത്യൻ മിത്ത് ആൻഡ് ഫാന്റസിയാണ്. അതേപോലെ ഇന്ത്യൻ മിത്ത് ആൻഡ് ഫാന്റസി ആയിട്ട് എന്തായാലും അറ്റ്ലി ചേർക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അറ്റ്ലി ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത മർസൽ എടുത്താലും ജവാൻ എടുത്താലും നോക്കിക്കോളൂ. മർസൽ നൗ യു സീ മീ എന്ന സിനിമയുടെ പക്ക കോപ്പിയാണ്. പക്ഷെ അത് ഇന്ത്യൻ കൾച്ചറായിട്ടും വിജയിന്റെ സ്റ്റൈലിലേക്കും നല്ല രീതിയിൽ മാറ്റിയതും കൊണ്ട് ആ സിനിമ ബ്ലോക്ക് ബസ്റ്ററായി. അതേ ഒരു മാറ്റൽ ഇന്ത്യൻ ഫാന്റസി ആയിട്ടുണ്ടാവും. അതായത് ഹാഫ് ഹ്യൂമൺ ഹാഫ് ലയൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നരസിംഹ അവതാരമാണ്. ആ അവതാരമായിട്ട് ഈ സിനിമ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യും. എസ്പെഷ്യലി ഇതൊരു തെലുങ്ക് പടമാണ്. തെലുങ്ക് പടം മിക്കവാറും ഹിന്ദുസുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയായിരിക്കും. ഇതിൽ രാക്ക ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കും, പക്ഷെ ഒരു രഹസ്യമായ ഒരു പാസ്റ്റ് ഉണ്ടാവും. ഡേഞ്ചറസ് പവറും ആയിരിക്കും. മെല്ലെ മെല്ലെ അവൻ മാത്രം മനസ്സിലാക്കും അവൻ ഒരു വെറും മനുഷ്യൻ മാത്രമല്ല. ക്ലൈമാക്സ് ആകുമ്പോൾ ഈ ലോകത്തെ രക്ഷിക്കാൻ ഒരാൾ വേണം എന്ന രീതിയിലേക്ക് കഥ മാറും. പക്ഷെ പ്രശ്നം അവൻ തന്നെയായിരിക്കും ഈ ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി. എന്തായാലും ബീസ്റ്റ് പോലെ സൂപ്പർ പവറുള്ള നായകൻ വരുമ്പോൾ അതേപോലെ സൂപ്പർ പവറുള്ള വില്ലനും ആ സിനിമയിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ആ സിനിമ ഫ്ലോപ്പ് ആവുന്ന ഉറപ്പാണ്.